الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءكم برهان من ربكم وأنزلنا إليكم نورا مبينا. صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: ثلاث من كن فيه وجد بهن حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما إلى آخر الحديث. صدق رسول الله صلى الله عليه وسلم. فليتك تحلو والحياة مريرة وليتك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب وليت شرابي من ودادك صافيا وشربي من ماء المعين سراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മധീരരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭടന്മാരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. മുബാറക്കും മുസ്തജാബു ദഅവത്തുമായ ദുആക്കുത്തരമുള്ള അനുഗ്രഹീത സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു അംഗീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ദുആ ചെയ്യുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും തോറും അത് കൂടുതൽ ശക്തിയാർജിക്കുകയും കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കപ്പെടുകയും അതിൻ്റെ ശക്തിയും ഊർജവും ആർജവും വർദ്ധിച്ചു വരികയും അതിൻ്റെ യൗവനം പൂർവോപരി ശക്തമായി വളരുകയുമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കണ്ണുള്ളവർക്ക് മുഴുവനും കാണാൻ അവസരം നൽകിക്കൊണ്ടാണ് ഈ കുനിയയിൽ ഈ മഹാസാഗരം സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ തീർത്തിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സംഘടനയല്ല, അതൊരു പ്രത്യേക വിഭാഗമല്ല, അത് പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപമാണെന്ന് 60-ാം വാർഷികത്തിൽ നമ്മുടെ അഭിവന്യരായ ശൈഖുൽ മശായിഖ് ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്നവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപത്തെ സമൂഹത്തിന് കൃത്യമായി കാണിച്ചു കൊടുക്കുവാനും അതിനെതിരിൽ വരുന്ന സകലമാന കൂരമ്പുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ സത്തക്ക് കാവൽ നിൽക്കാൻ വേണ്ടി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ സാദാത്യങ്ങളും ആരിഫീങ്ങളുമായ പണ്ഡിതന്മാർ സമൂഹത്തിന് സമർപ്പിച്ച മഹത്തായ ഒരു കോട്ടയാണ്, ഈമാനിന്റെ കോട്ടയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മനുഷ്യന്മാർ, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റുകയും ആ പ്രസ്ഥാനത്തിന് ഒരു പോറലേൽക്കാതെ അതിനെ സംരക്ഷിക്കാൻ സർവസജ്ജമാണെന്ന് ഈ സമ്മേളനത്തോടെ ഒന്നുകൂടെ വിളിച്ചോതുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്താണ് ഇസ്ലാം? എന്താണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ? എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ ഈ ആദർശത്തിന്റെ പ്രത്യേകത?
നാം അടിസ്ഥാനപരമായി പ്രഖ്യാപിക്കുന്ന ചില തത്വങ്ങളുണ്ട്, ചില അടിസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്ന അടിസ്ഥാനങ്ങൾ. ഈ അടിസ്ഥാനങ്ങളെ നാം ആരും ഉണ്ടാക്കിയതല്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്, ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചതാണ്. ആ ഹദീസിനെയും പരിശുദ്ധ ഖുർആനിനെയും കൃത്യമായി മനസ്സിലാക്കിയ ചർവണം നടത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അടിസ്ഥാനപരമായ ഉസൂലുകളാണ്. ഈ ഉസൂലിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുകയുള്ളൂ എന്ന കാര്യം ആദ്യമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് നമ്മുടെ അടിസ്ഥാനം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖാലിഖാണ്. ഖാലിഖായ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസുണ്ട്, ഹിജാബുഹുൻ നൂർ. അള്ളാഹുവിന്റെ ഹിജാബ് നൂറാണ്. അള്ളാഹുവിനൊരു ഹിജാബുണ്ട്. അള്ളാഹുവും അവന്റെ സൃഷ്ടികളും തമ്മിൽ ഒരു ഹിജാബുണ്ട്. ആ ഹിജാബ് നൂറാണ്. ഇവിടെ തന്നെ മഹാത്ഭുതമല്ലേ? നൂറെന്ന് പറഞ്ഞാൽ ലാഹിറും മുദ്ഹിറുമാണ്. നമുക്ക് കാണാൻ കഴിയും പ്രകാശത്തെ, മറ്റുള്ളതിനെ കാണിച്ചു തരുന്നതുമാണ് നൂറ്. എന്നാൽ അള്ളാഹുവും ഖാലിഖും തമ്മിലുള്ള ബന്ധത്തിൽ നൂറ് ഹിജാബാണ്. അള്ളാഹുവിനെ കാണുന്നതിനെ തൊട്ട് നമുക്ക് മറയിടുന്നത് ഒരു തരം നൂറാണ്, ഒളിവാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാതു വജ്ഹി മൻതഹാ ഇലൈഹി ബസറുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശമെങ്ങാനും നീക്കിക്കളയുകയാണെങ്കിൽ ഈ ലോകത്തുള്ള സകല വസ്തുക്കളും നശിച്ചു പോകും, ചാമ്പലാവും. അത് താങ്ങാനുള്ള കെലിപ്പ്, അതിനുള്ള ശക്തി പ്രപഞ്ചത്തിനില്ല, മഖ്ലൂഖിനില്ല, മനുഷ്യനില്ല. അതാണ് അല്ലാഹുവിന്റെ അവസ്ഥ. ഈ ഭൂമിയിലെ മഖ്ലൂഖാത്തിനെ സംബന്ധിച്ച്, സൃഷ്ടികളെ സംബന്ധിച്ച് ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം, നമുക്ക് കാണാൻ കഴിയാത്ത എന്തെല്ലാം വസ്തുക്കളാണ് ഇവിടെയുള്ളത്. സൂക്ഷ്മജീവികളെ നമുക്ക് കാണാൻ സാധ്യമല്ല. ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്ന പല വസ്തുക്കളും അതിവിടെ ഉണ്ടെന്ന് അതിന്റെ അസ്തിത്വം ശാസ്ത്രം അംഗീകരിച്ചതാണ്. പക്ഷെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ മനുഷ്യനാണ് പറയുന്നത് എനിക്ക് റബ്ബിനെ കാണണമെന്ന്. ഒരിക്കലും സാധ്യമല്ലാത്തതാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വമാ കാനല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ്. ഒരു ഏറ്റവും പരമ്പൊരുളാകുന്ന, ഏറ്റവും പരമമാകുന്ന ഒരു ഗൈബും അതിനോട് അനുബന്ധമായ ചില വിഷയങ്ങളുമുണ്ട്. അത് നിങ്ങളെ അറിയിക്കൽ അസംഭവ്യമാണ്. മാഖാന എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. അതിന് പ്രായോഗികമായ തടസ്സങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. പിന്നെന്താണ് അതിനുള്ള മാർഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് ഒരുപാട് അടയാളങ്ങളെ അല്ലാഹു വിന്യസിച്ചിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, നാം ഇവിടെ ഒരു വാച്ച് കാണുന്നു, പിന്നീട് പിറ്റേന്ന് മറ്റൊരു വാച്ച് കാണുന്നു, പിന്നീട് മറ്റൊരു വാച്ച് കാണുന്നു. അങ്ങനെ ഒരാഴ്ച ആയപ്പോൾ 1000 വാച്ചുകൾ കാണുന്നു. ഒരാൾ പറയുകയാണ്, ഈ ആദ്യത്തെ വാച്ചും പിന്നെ ഉണ്ടായ വാച്ചും സ്വന്തമുണ്ടായതാണ്, അതാരും അവിടെ കൊണ്ടുവച്ചതല്ല എന്നും പിന്നീട് ആ വാച്ചിൽ നിന്ന് പെറ്റുപെരുകിയതാണ് മറ്റുള്ള വാച്ചുകളെന്ന് ഒരുത്തൻ പറഞ്ഞാൽ എത്രമേൽ വലിയ വിഡ്ഢിത്തമാണോ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തമാണ് മനുഷ്യൻ സ്വമേധയാ ഉണ്ടായതാണെന്നും അവൻ പിന്നെ സ്വയം പെറ്റുപെരുകിയതാണെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയില്ലെന്നും ഒരാൾ മനസ്സിലാക്കുന്നെങ്കിൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് ലോകത്തെ വിശ്വപ്രശസ്തരായ മുൻവിധിയില്ലാതെ ലോകത്തെ വിലയിരുത്തിയ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു വെച്ചതാണ്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിധത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിന്യസിച്ചു. നമുക്ക് പലതും നേരിൽ കാണാൻ കഴിയുന്നു. ഇന്ന് ശാസ്ത്രം പലതും വിളിച്ചു പറയുന്നു. എന്നാൽ അതിനപ്പുറം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ മഹാന്മാരായ അമ്പിയാക്കളെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു ഭൂലോകത്തേക്ക് അയച്ചത്. അതിലേക്കാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ സൂചിപ്പിക്കുന്നത്, ما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء. അല്ലാഹു ഇജ്തിബാ ചെയ്യും എന്ന്. ഇജ്തിബാ എന്ന് പറഞ്ഞാൽ ഇജ്തിബാഉല്ലാഹിൽ ഇബാദ
تخصيصه إياهم بفيض يتحصل لهم منه أنواع من النعم بلا سعي العبد وذلك للأنبياء وبعض من يقاربهم من الصديقين والشهداء. മഹാനായ ഇമാം റാഗിബ് തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, മറ്റൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്, എല്ലാറ്റിന്റെയും ആകത്തുക ഒന്ന് തന്നെ. ഖാല റാഗിബു വഹുവ ഇജ്തിബാ എന്ന് പറഞ്ഞാൽ അൻ യജ്അലല്ലാഹു ബഅദ ഇബാദിഹി ആലിമൻ, അല്ലാഹു അവന്റെ ചില തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പണ്ഡിതന്മാരാക്കും, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്നവരാക്കും, ആലിമാക്കും. എങ്ങനെയെന്നറിയോ? മിൻ ഗൈരി സഅയിൻ മിനൽ അബ്ദി, അബ്ദിന്റെ ലാബിത്തഅല്ലുമി പഠിച്ചുകൊണ്ടല്ല, വലാബിൽ മുമാറസതി മറ്റ് അതിനാവശ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല, ബൽ ബിൽ ഖുവ്വത്തിൽ ഇലാഹിയ്യ, അള്ളാഹു പ്രത്യേകമായി അവർക്ക് നൽകുന്ന ഇലാഹിയായ ഖുവ്വത്ത് കൊണ്ട് ആ വാനലോകത്തെയും അതിന്റെ അപ്പുറത്തെയും നോക്കി കണ്ടുകൊണ്ട് പറയാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ, അവരെ പിൻപറ്റിയ മഹത്തുക്കളായ മുത്തബിഈങ്ങളായ ബസീറത്തുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹു നിയോഗിക്കും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. നമുക്കറിയാത്ത, നാം കാണാത്ത കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാര് വിശ്വാസയോഗ്യമായി പറയുമ്പോൾ നാം വിശ്വസിക്കുന്നു, നാം അംഗീകരിക്കുന്നു. വിശ്വസിക്കേണ്ടത് അല്ല, അംഗീകരിക്കേണ്ടത് നാം അംഗീകരിക്കുന്നു. എന്നാൽ അതിലേറെ വിശ്വാസയോഗ്യമായി അള്ളാഹുവിന്റെ ശുഹദായി ലോകത്ത് നിർത്തിയ മഹത്തുക്കളായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അതിൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കൃത്യമായി അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്. സൂറത്തുൽ ബഖറയിൽ ആദ്യമായി യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് ഒരു കൽപ്പന പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ പൂർവീകരായ ആളുകളെയും സൃഷ്ടിച്ച, നിങ്ങളുടെ പിതാമഹന്മാരെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നിന്നെ മാത്രമല്ല, നീ നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ, നീ പുറത്തു വന്ന സമയത്ത് നിന്നെ സംരക്ഷിക്കാൻ നിന്റെ ഉമ്മയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ കൂടിയാണ് നിന്നെ വളർത്തിക്കൊണ്ടുവന്നത്. നിനക്ക് ആവശ്യമായ ഓരോ പ്രായത്തിലും ആവശ്യമായ ഭക്ഷണം പാകം ചെയ്തു തന്നത്, ഇതൊക്കെ ചെയ്തത് നിന്റെ ഉമ്മയും നിന്റെ കൂടെയുള്ള ആളുകളും ഒക്കെ ആയിരിക്കും. എന്നാൽ നീ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന സമയത്ത് ഓരോ ദിവസവും നീ വളരുകയായിരുന്നു. ആ സമയത്ത് നിനക്കാവശ്യമായ പോഷകങ്ങൾ തന്നത് ആരാണ്? ആ സമയത്ത് നിനക്കാവശ്യമായ ഭക്ഷണം തന്നത് ആരാണ്? വഅലമുബിക്കും ഇദ് അൻശഅകും മിനൽ അർളി വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതികും. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ കാര്യം ശരിക്ക് മനസ്സിലാക്കി ഓരോ സെക്കൻഡിലും ആവശ്യമായ പോഷകം തന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ നിങ്ങൾ അറിയണം എന്നാണ് അല്ലാഹു പറയുന്നത്. നിന്നെ മാത്രമല്ല, ആദം നബി മുതൽ ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പിതാമഹന്മാർ നിനക്കുണ്ടായിരുന്നു. അവരെയൊക്കെ സംരക്ഷിച്ച റബ്ബുണ്ട്. ആ റബ്ബിനെ നീ അറിയണം, ആ റബ്ബിനെ നീ മനസ്സിലാക്കണം, ആ റബ്ബിനെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. അങ്ങനെ ഇவ்விதത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി മഹാന്മാര് പറഞ്ഞതുപോലെ ഫലൈതക തഹ്ലു വൽ ഹയാതു മരീറത്തുൻ വലൈതക തർലാ വൽ അനാമു ഗിലാബു. പടച്ചവനെ, നീ മാത്രം മധുരിച്ചിരുന്നുവെങ്കിൽ നിന്നെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന മധുരിമ അത് വല്ലാത്ത മധുരിമയാണ്. അത് മാത്രം എനിക്ക് മതി. ഒരു കവി ഒരു രാജാവിനോട് പറഞ്ഞതാണെങ്കിലും മഹാന്മാരായ ആരിഫീങ്ങൾ പറഞ്ഞു, ഇത് പറയാനുള്ള അർഹത അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മഹാന്മാർ അത് ആവർത്തിച്ചു പാടി, ജീവിതം മുഴുവനും കൈപ്പുറ്റതാണെങ്കിലും നീ മാത്രം മധുരിച്ചാൽ അത് മാത്രം
എനിക്ക് മതി. ലോകം മുഴുവനും എന്നെ വെറുത്താലും നിന്റെ പൊരുത്തമുണ്ടെങ്കിൽ അത് മാത്രം എനിക്ക് മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിന്റെ സ്നേഹത്തിന്റെ ആ പാനീയം, ആ മധുരിക്കുന്ന പാനീയം ഒരിറ്റു കുടിക്കാൻ ഒരവസരം ഉണ്ടായാൽ എത്ര നന്നായിരുന്നു. വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് വെള്ളം വേണ്ട, വെള്ളം മുഴുവനും കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇദാ സഹ്ഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനു വകുല്ലു ലദീ ഫൗഖ തുറാബി തുറാബു. പടച്ചവനെ, അർഹമുർ റഹീമായ റബ്ബേ, എന്നെ സൃഷ്ടിച്ച റബ്ബേ, എനിക്ക് അന്നം തരുന്ന റബ്ബേ, എനിക്ക് വെള്ളം തരുന്ന റബ്ബേ, എനിക്ക് ശ്വസിക്കാൻ വായു തരുന്ന റബ്ബേ, അതിനാവശ്യമായ അവയവങ്ങൾ എന്നിൽ പ്രവർത്തിപ്പിച്ചു തരുന്ന റബ്ബേ, നിന്റെ ഒരിറ്റ് സ്നേഹം എനിക്ക് സ്വച്ഛമായി ലഭിച്ചാൽ ഇദാ സഹ്ഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനു, പിന്നെ മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. ദുനിയാവ് എനിക്ക് പ്രശ്നമല്ല, ആഖിറം പോലും എനിക്ക് പ്രശ്നമല്ല. ഫകുല്ലുൽ ലദീ ഫൗഖ തുറാബി തുറാബു. ഈ മണ്ണിനെന്ത് വിലയാണ്? മണ്ണിന്റെ മുകളിലുള്ള മനുഷ്യൻ പോലും മണ്ണല്ലേ, ഇതിനെന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് റബ്ബേ, നിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. നിന്റെ സ്നേഹത്തിന്റെ ആ ഒരിറ്റ് തേൻ എനിക്ക് നൽകണമെന്ന് മഹാന്മാര് പറഞ്ഞ അവസ്ഥയിലേക്ക് അള്ളാഹുവിനെ അറിഞ്ഞെത്താൻ മാത്രമുള്ള ആയാത്തുകളാണ് ഈ പ്രപഞ്ചം മുഴുവനും. അലാ കുല്ലു ദർറാത്തിൽ വജൂദി ശവാഹിദു അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുസവ്വിറു. ഈ ലോകത്തെ ഓരോ മണൽത്തരിയും ഓരോ ആറ്റവും അതിലും ചെറുതും വലുതും അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിന്റെ മേൽ, അവന്റെ ജ്ഞാനത്തിന്റെ മേൽ, അവന്റെ കഴിവിന്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളാണെന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അടയാളങ്ങൾ ഈ ലോകത്ത് ആവശ്യം അള്ളാഹു വിന്യസിച്ചിട്ടുണ്ട്. എന്നിട്ടും പിന്നെ പറയുന്നു, യാ അയ്യുഹന്നാസ്. നേരത്തെ സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ ആരാധിക്കണം എന്ന് പറഞ്ഞ അതേ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് തെളിവ് വേണോ? യാ അയ്യുഹന്നാസ്, ഇനിയും തെളിവ് വേണോ? ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ അലൈക്കും നൂറൻ മുബീനാ. നിങ്ങൾക്കിതാ എന്റെ ബുർഹാന് വന്നിരിക്കുന്നു, നിങ്ങൾക്കിതാ എന്റെ കൃത്യമായ, ഒരിക്കലും സംശയം ലവശേഷം അല്പം പോലും ശേഷിപ്പിക്കാത്ത വിധത്തിലുള്ള അൽ ഹുജ്ജത്തു ദാമിഗ, സകല സംശയങ്ങളെയും നാമാവശേഷമാക്കുന്ന ഹുജ്ജത്ത് വന്നിരിക്കുന്നു. ആരാണ് ആ ഹുജ്ജത്ത്? ഹുവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ വഹബീബുനാ വഖായിദുനാ വശഫീഉനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ബുർഹാൻ. ശേഷം പറയുന്നുണ്ട്, വഅൻസൽനാ അലൈക്കും നൂറൻ മുബീന, വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. ഖുർആൻ ഇറക്കി തന്നിട്ടുമുണ്ട്. അതിന്റെ മുമ്പ് അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ബുർഹാൻ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാണ് തെളിവ്, ഈ മഹാനാണ് തെളിവ് എന്ന് അള്ളാഹുവിന് പറയാൻ മാത്രം വിശുദ്ധനാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടുവന്ന മഹാനായ മഹത്തായ ശഖ്സിയത്തിന്റെ, വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഖം കണ്ടാൽ പോരെ, ആ ശരീരം കണ്ടാൽ പോരെ? ലൗലം തകുൻ ഫീഹി ആയാതും മുബയ്യിനതുൻ ലകാന മൻളറുഹു യുംബിക ബിൽ ഖബരി. റസൂലുള്ളാഹിക്ക് വേറെ ഒരു തെളിവില്ല എന്ന് വിചാരിക്കുക, ഒരു മുഅ്ജിസത്തും ഇല്ല എന്ന് വിചാരിക്കുക. എന്നാൽ പോലും ആ മുഖമൊന്ന് കണ്ടാൽ പറഞ്ഞു പോകും. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു ജൂതനായിരുന്നല്ലോ, റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹിനെ തല മുതൽ അടി വരെ ഒന്നിങ്ങനെ നോക്കി, ആ മുഖത്തൊന്ന് നന്നായി നോക്കി, എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വല്ലാഹി മാ ഹാദാ ബിവജ്ഹി കദ്ദാബ്, ഇതൊരു കളവ് പറയുന്ന മനുഷ്യന്റെ മുഖമല്ല എന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. ആ ഹബീബായ റസൂലുള്ളാഹിന്റെ ഓരോ ഹറക്കാത്തും
ഫഇന്ന ഹറകാതിഹി വസകനാതിഹി ഫഇന്ന യഖ്ളതഹു വമനാമ. അവരുടെ ഓരോ ഹറക്കത്തും ഒരുപാട് ശവാഹിദുകളാണ്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ്. മുൻവിധിയില്ലാതെ നിഷ്പക്ഷമായി അള്ളാഹുവിന്റെ റസൂലിനെ വിലയിരുത്തിയാൽ ആ ഹബീബിലേക്ക് ആകർഷിക്കും, ആ ഹബീബിലേക്ക് ചെന്നു ചേരും. അത് സിറാജും മുനീറാണ്. പാറ്റകൾ വെളിച്ചത്തിലേക്ക് ഓടി വരുന്നത് പോലെ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ആ വെളിച്ചത്തിലേക്ക് ഓടി വരും. അതാണ് ഹബീബായ റസൂലുള്ളാഹി. അതെങ്ങനെയാണ് സാധ്യമായത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഇന്നക ബിഅഅ്യുനിനാ എന്നാണ്. ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ അവരുടെ അവ്വലുൽ ഖൽഖ് മുതൽ, ആദ്യത്തെ ബിഅ്സത്ത് മുതൽ, ആദ്യത്തെ ജന്മം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. പിതാവിന്റെ വളർച്ചയിൽ, പിതാവിന്റെ തർബിയത്തിലല്ല, ആരുടെയും തർബിയത്തിലല്ല, വെല്ലിപ്പാന്റെ തർബിയത്തിലുമല്ല റസൂലുള്ള വളർന്നത്. ഫഇന്നക ബിഅഅ്യുനിനാ അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എന്നെ അച്ചടക്കം പഠിപ്പിച്ചത്, എന്നെ അദബ് പഠിപ്പിച്ചത് എന്റെ റബ്ബാണ്. അത് നന്നായി അല്ലാഹു നിറവേറ്റിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സനദിൽ അല്പം കുറവുണ്ടെങ്കിലും ഹദീസ് ഹുജ്ജത്തിന് പറ്റുന്നതാണെന്ന് അയിമ്മത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് ഫഇന്നക ബിഅഅ്യുനിനാ. മഹാനായ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ, ആ പ്രദേശത്തെ ജനങ്ങളുടെ അഭയകേന്ദ്രമായിരുന്നല്ലോ. അവിടുത്തെ രാജാവ് പോലെ വാഴുന്ന മഹാനായ അബ്ദുൽ മുത്തലിബ്, ആ അബ്ദുൽ മുത്തലിബിന്റെ ലാളനയിൽ വളരുന്ന കാലഘട്ടത്തിൽ, ആ ലാളനയിൽ വളരുന്ന കാലഘട്ടത്തിൽ അവിടെ പല ഭാഗത്തു നിന്ന് ആളുകൾ വരും. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ അരികിലേക്ക് പല ഭാഗത്തു നിന്ന് ആളുകൾ പല വിഷയങ്ങളുമായി വരും. അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുവാനും അവരെ സംബന്ധിച്ച് അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുവാനും ബഹുമാനപ്പെട്ട പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് ഒരു വലിയ സീറ്റ് വെച്ചു കൊടുക്കും. അതിലാരും ചവിട്ടില്ല. ബഹുമാനിച്ചിട്ട് സ്വന്തം മക്കൾ പോലും അങ്ങോട്ട് കയറില്ല. അതിന്റെ ചുറ്റുവട്ടത്ത് മാത്രമേ ആളുകൾ ഇരിക്കൂ. അത്ര ആദരവും ബഹുമാനവുമായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ അബ്ദുൽ മുത്തലിബ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മോൻ പേരക്കുട്ടി ഹഫീദായ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ മോനാണെങ്കിലും വലിയ കുസൃതിയാണ്, വലിയ ബുദ്ധി വൈഭവമാണ്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. അങ്ങനെ വരും. ബഹുമാനപ്പെട്ട വെല്ലിപ്പയുടെ അരികിൽ വന്ന് വെല്ലിപ്പാടെ താടി പിടിക്കും. ഇങ്ങനെ ആ കുശയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ ആദ്യമൊക്കെ എളാപ്പമാര് അല്ലെങ്കിൽ മൂത്താപ്പമാര് മോനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്കുണ്ട്, ദഉ ഇബ്നി ഫഇന്ന ലഹു ലശഅനാ. എന്റെ മോനെ വിട്ടേക്കൂ, അവരിങ്ങോട്ട് കടന്നു വരട്ടെ, എന്റെ മകനെ വിട്ടേക്കൂ. ഫഇന്ന ലഹു ലശഅനാ. ആ മോൻ സാധാരണ മോനല്ല, വലിയ ഭാവിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ ഒരു വലിയ അത്ഭുതത്തിന് വേണ്ടി തയ്യാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്റെ മോൻ. അതുകൊണ്ട് എന്റെ മോൻ ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് സമ്മതം കൊടുക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചെറുപ്പം മുതൽ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരുകയാണ്. അങ്ങനെ വളർന്നു. പിന്നീട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സഹീഹുൽ ബുഖാരിയിൽ ബാബുൽ വഹയിലുള്ള ഹദീസിൽ കാണാം, ثم حبب إليه الخلاء എന്ന ആ വാക്കിന്റെ വ്യാഖ്യാനം വേണ്ട പോലെ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ, അതുപോലെ മഹാന്മാരായ അമ്പിയാക്കൾ, അവർക്ക് ഏകദേശം ഒരു 30 വയസ്സെത്തുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഫ്തഹു ലഹും അബ്വാബൽ മആരിഫ്, യഫ്തഹു ലഹും അബ്വാബൽ ബിഹാറൻ മിനൽ മആരിഫ്.
ഒരു 30 വയസ്സെത്തുന്ന സമയത്ത്, ശരീരത്തിന്റെ വളർച്ച പൂർണ്ണമാകുന്ന സമയത്ത്, ഫലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വഇൽമ, തത്തുല്യമായ മറ്റൊരു ആയത്തുമുണ്ട്. ഈ 2 ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ റാസിയും തഫ്സീർ നൽമുദ്ദുററും ഒക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഏകദേശം മനുഷ്യന്റെ വളർച്ച പൂർണ്ണമാകുന്ന സമയത്ത് അള്ളാഹു അവർക്ക് ആത്മീയ ലോകത്തിന്റെ വിലായത്തിന്റെ ഹുക്മ കൊണ്ട് ആത്മീയ ലോകത്തിന്റെ കവാടം അവർക്ക് തുറന്നു കൊടുക്കും. അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളായിരിക്കും. അവരേറ്റവും ഉയർന്ന വിലായത്തിന്റെ ഉടമകളായിരിക്കും. വഹഖീഖത്തുൽ വിലായ ഹിയൽ ഈഹാഉ ബിമാ യതഅല്ലഖു ബിദ്ദാതി വസ്സിഫാത്ത് വമാ യുലായിമുഹു മിമ്മാ യതഅല്ലഖു മിൻ അസ്റാരിൽ മൗജൂദാതി വമഅരിഫതുഹാ അലാ മാ ഹിയ അലൈഹി വഅഹ്വാലിൻ നശ്അത്തി ദുനിയവിയ്യത്തി വൽ ഉഖ്റവിയ്യ വൽ ബർസഖിയ്യ. ഇതാണ് വിലായത്ത്. അംബിയാക്കൾ നുബുവത്തിന്റെ മുമ്പ് തന്നെ അവർ ഔലിയാക്കളാണ്. ആ വിലായത്തിന്റെ ഹുക്മ കൊണ്ട് ബുഹൂറുൽ മആരിഫ്, മഅരിഫത്തിന്റെ ജ്ഞാനത്തിന്റെ വിശാലമായ ബഹർ, അവർക്ക് സമുദ്രം തന്നെ അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വസ്തുനിഷ്ഠമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഹുബ്ബിബ ഇലൈഹിൽ ഖലാ. അങ്ങനെയുള്ള മഹാന്മാരായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ 40 വയസ്സ് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് ചെറുപ്പകാലം, യൗവനകാലം കച്ചവടക്കാരൻ എല്ലാമായി ജീവിച്ചു. ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന വിധത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുത്തു. നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാതെ നീട്ടി പറയുന്നില്ല. നുബുവത്ത് എന്ന് പറഞ്ഞാൽ അത് നാം ഒക്കെ ഊഹിക്കുന്നത് പോലെ ഒരു ചെറിയ സംഗതിയല്ല. അംബിയാക്കൾ എന്ന് പറഞ്ഞാൽ വഹുമുൽ മുഖ്തസ്സൂന ബിന്നുഫൂസി സക്കിയ്യ അൽ മുഅയ്യദൂന ബിൽ ഖുവ്വത്തിൽ ഖുദ്സിയ്യ അൽ മുതഅല്ലിഖൂന ബിസഫാഇ ജവാഹിരിഹിം ബികിലൽ ആലമൈൻ അൽ റൂഹാനി വൽ ജിസ്മാനി يتلقون من جانب ويلقون إلى جانب لا يعوقهم التعلق بمصالح الخلق عن التبتل إلى جناب الحق. ഒരേ സമയം അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിന്റെ മലായികത്തിൽ നിന്ന്, അഭൗതിക ലോകത്തെ സൃഷ്ടികളായ മലക്കുകളിൽ നിന്ന് സ്വീകരിക്കുവാനും അതേ സമയം ഈ ഭൗതിക ലോകത്തേക്ക് അത് കൊടുക്കുവാനും തിരിച്ചു കൊടുക്കുവാനും കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് നമുക്കറിയാം. ആ മഹാന്മാരായ അമ്പിയാക്കളാണ് ഭൂമിയിലെ അള്ളാഹുവിന്റെ ശുഹദാ, ഭൂമിയിലെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ബുർഹാൻ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ കൃത്യമായ നിലപാട് മഹാന്മാരായ അമ്പിയായിനെ, അവരുടെ ഇസ്മത്തിനെ, അവരുടെ ബഹുമാനത്തെ, അവരുടെ മഹത്വത്തെ ഇകഴ്ത്തുന്ന ഒരു സംഗതിയും ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണ്, അത് തൗഹീദിനെ ബാധിക്കുന്നതാണ്, അത് അവന്റെ പാരത്രിക ജീവിതത്തെ ബാധിക്കുന്നതാണ്. അത് പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ പോലും കാരണമാണ്. അவ்விധത്തിൽ വലിയ ശക്തമായ താക്കീതോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലഘട്ടത്തിലും മഹാന്മാരായ അമ്പിയാക്കളുടെ ഇസ്മത്ത് അതിനെ ചോദ്യം ചെയ്തു വരുന്ന, അതിന് ചെറിയ പോർലേൽക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. മഹാന്മാരായ അമ്പിയാക്കളുടെ ഇസ്മത്തിനെ ചോദ്യം ചെയ്യുകയും അവർ സാധാരണ മനുഷ്യന്മാരാണെന്ന് അവരുടെ പാപ സുരക്ഷിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ദിനേന തെറ്റ് ചെയ്യുന്നവരാണെന്ന് പരസ്യമായി എഴുതി വെച്ച വഹാബി പ്രസ്ഥാനം നമുക്കറിയാമല്ലോ. ആ പ്രസ്ഥാനത്തെ ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധ്യമല്ല എന്നാണ് ഇതിന്റെ താല്പര്യം.
അത് വലിയ അപകടം ചെയ്യും. അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്നത് വലിയ അപകടം ചെയ്യും. മൻ ആവാ മുഹ്ദിഥൻ, ഒരു മുബ്തദിഇന് കുട പിടിച്ചു കൊടുത്താൽ അഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ്. ഇതിലും വലിയ ബിദ്അത്ത് എന്താണ്? മഹാന്മാരായ അമ്പിയാക്കൾ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ ബിദ്അത്തും വലിയ അപകടവും എന്താണ്? അതുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം, ഉമ്മത്ത് ജാഗ്രത കാണിക്കണം എന്ന് സമസ്ത എപ്പോഴും പറയുന്നത്. അതോടൊപ്പം തന്നെ അതുപോലെ പലരും വന്നു. എന്താ, തബ്ലീഗ് ജമാഅത്തിനെ കാണുമ്പോ നമുക്കറിയാലോ, കണ്ട വലിയ ഉഷാറാണല്ലോ, വലിയ താടിയുണ്ട്, തലയെക്കെട്ടുണ്ട്, പലതുമുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായാലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂലിനെ ഓർക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കഴുതയെ ഓർക്കലാണെന്ന് പറയാൻ മാത്രം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മതിപ്പും ബഹുമാനവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് സമസ്തക്ക് അതിനെ എതിർക്കേണ്ടി വന്നത്. ഇങ്ങനെ പരസ്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളെ തകർക്കാൻ പലരും വന്നപ്പോൾ മറ്റു ചിലർ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. ഒളിച്ചു കടത്തിക്കൊണ്ട് ഈ ബിദ്അയുടെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വ്യാപകമായി സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ച് സമസ്തക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ല. അപ്പോഴും തീരുമാനമെടുത്തത് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ ഒളിച്ചു കടത്തുന്ന മനുഷ്യൻ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തെ താങ്ങാൻ സമസ്തക്ക് സാധ്യമല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തീരുമാനം 2023 ഏപ്രിൽ 1 മുഷാവറയിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം ഇന്നും നിലനിൽക്കുന്നു. അതല്ലാതെ ഇവിടെ രാഷ്ട്രീയമായ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ ലീഗ് വിരുദ്ധവും ലീഗ് അനുകൂലവുമാക്കി ചിത്രീകരിക്കുന്നതിൽ പത്രമാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സമുദായത്തിന്റെ ഐക്യവും അതിന്റെ ആ ഒരു പാരസ്പര്യവും നിലനിർത്തുന്നതിൽ ജാഗ്രതയുള്ളത് കൊണ്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പ്രയാസമുണ്ടെങ്കിലും നാം അതൊക്കെ സഹിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കണം. ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നീടും അദ്ദേഹം വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് അത് പഴഞ്ചൻ നിലപാടാണെന്ന് പത്രക്കാരോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? ഇങ്ങനെ പരസ്യമായി സമസ്തയെ അവഹേളിക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിസ്സാരമാക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ഈ പണ്ഡിതന്മാരുടെ ഒക്കെ മക്കളെ ആ ബിദ്അത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് CIC-യുടെ മുന്നിൽ അബ്ദുൽ ഹക്കീം ഫൈലി ഉണ്ടാകുന്ന കാലത്തോളം സമസ്തക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഇന്നും നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് സമുദായത്തിന്റെ നേതാക്കൾ, ഉമ്മത്തിന്റെ നേതാക്കൾ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ, സമസ്തയുടെ നേതാക്കളും കൂടിയെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് എടുത്തത്. ആ തീരുമാനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ കൂടിയിരുന്നു കൊണ്ട് അംഗീകരിക്കുമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. പിന്നീടും പല വാഗ്ദാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ വിനയപുരുസരം എനിക്ക് എന്റെ സമുദായ നേതൃത്വത്തോട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ഈ നമ്മുടെ ഇടയിൽ ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. സമുദായത്തിന്റെ ഐക്യം കെട്ടുറപ്പ് ഇവിടെ നിലനിൽക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല എന്നത് അത് വസ്തുതയാണ്. അത് റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ്. റബ്ബിനോടുള്ള ഭയപ്പാട് ആരും സമസ്തയെ പഠിപ്പിച്ചു തരേണ്ടതില്ല. അതുകൊണ്ട് ആ തീരുമാനം നമുക്കിവിടെ നടപ്പിലാക്കണം. തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ വളരെ വിനയത്തോടെ പറയുകയാണ്. ആ സമസ്തയുടെ തീരുമാനം നടപ്പിലാക്കി ആ സംവിധാനം സമസ്തയുടെ മക്കൾ അവരുടെ ഊർജം, അവരുടെ സമ്പത്ത്, അവരുടെ എല്ലാം ചെലവഴിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അതിവിടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് സമസ്തയുടെ മക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സമസ്ത പറയുന്നത് അനുസരിച്ചു കൊണ്ടാവണം, സമസ്തയുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊണ്ടാവണം എന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം വളരെ വിനയത്തോടുകൂടെ ഈ സഞ്ചയത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിളി കേട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ജനസഞ്ചയത്തിന് വേണ്ടി, ഈ
സമുദായ നേതൃത്വത്തിന്റെ മുന്നിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി സമുദായ നേതൃത്വത്തിന്റെ മുന്നിൽ ഉമറാക്കളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.